നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ലട്ടോ വന്നിട്ടുള്ളത്. ചെറിയൊരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് കരുതി. എല്ലാ വീട്ടുകാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. 2026 ജൂലൈ 1 മുതൽ 30-ാം തീയതി വരെ കേരളത്തിൽ സെൻസസ് നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയായിരിക്കല്ലോ. അപ്പോൾ സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരും. അവർക്ക് പല ഇൻഫോർമേഷൻസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിവരങ്ങൾ കൊടുക്കാനായിട്ടൊരു പേടിയായിരിക്കും. ഇവർ തട്ടിപ്പുകാരാണോ, ഒറിജിനൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അത് മാത്രമല്ല, പല വീടുകളിലും പകൽ സമയത്തൊക്കെ പ്രായമായിട്ടുള്ളവർ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ഈ ഉദ്യോഗസ്ഥരൊക്കെ വരുന്ന രാവിലെ സമയത്തൊക്കെ ആയിരിക്കും. ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. കുട്ടികൾ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്ക്, ഓഫീസിലേക്ക് പോകാനുള്ള തിരക്ക്. അപ്പൊ ഈ ഒരു തിരക്കാണെന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നിയമപ്രകാരം നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. വിവരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അവരെ എതിർക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തടവ് ശിക്ഷ വരെ ലഭിക്കാം. 3 വർഷം വരെ തടവ് ശിക്ഷയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടുന്ന വിവരങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്കിത് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജൂൺ 16 മുതൽ 30 വരെയാണ് ഇതിനുള്ളൊരു സമയം. ഈ ഒരു കാര്യത്തിന് സെൽഫ് എന്യൂമറേഷൻ എന്നാണ് കേട്ടോ പറയാ. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ H എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു 11 അക്ക ID നമ്പർ നമുക്ക് ലഭിക്കും. അപ്പൊ സെൻസസ് എടുക്കാനുള്ള ഉദ്യോഗസ്ഥർ എന്തായാലും വരും ജൂലൈ മാസത്തിൽ. ആ സമയത്ത് ഈ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും അവരുടെ ഫോണിൽ അവർക്ക് ലഭിക്കും. അപ്പൊ 1 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ് അത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് പോവുകയും ചെയ്യും, നമുക്ക് സമയവും ലാഭിക്കാം. ഇനി തട്ടിപ്പുകാരാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ID നമ്പർ കിട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒറിജിനൽ ആൾക്കാരാണോ തട്ടിപ്പുകാരാണോ വീട്ടിൽ വന്നിട്ടുള്ളതെന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരാളുടെ ഫോണിൽ ചെയ്തിരുന്നാൽ മതി. അപ്പൊ അതെങ്ങനെയാന്ന് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് എടുക്കാം. അതിൽ sc.census.gov.in എന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സെൻസസ് ഓഫ് ഇന്ത്യ 2027 എന്നുള്ള ഒരു പോർട്ടൽ വരും. അതെടുക്കുമ്പോൾ നമുക്കതിൽ സെൽഫ് എന്യൂമറേഷൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിന് മുകളിൽ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, ഒരു വീട്ടിലേക്ക് ഒരു ഫോണിൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ മതിയെന്ന്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അത് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൽ ആ സെൽഫ് എന്യൂമറേഷൻ HLO ലോഗിൻ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അതിന്റെ താഴെയായിട്ട് സ്റ്റേറ്റ് /UT എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സൈഡിലുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് കേരള സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴത്തെ ആ ക്യാപ്ച അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു വെൽക്കം മെസ്സേജ് വരും. അതിലിപ്പോ പറയുന്നത് ഒരു